അമേരിക്കയുടെ AH-64E അപ്പാച്ചെ ഗാർഡിയൻ എന്ന ഹെലികോപ്റ്ററിനെ പറക്കും ടാങ്ക് എന്നും വിളിക്കാറുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചതും അത്യാധുനികവുമായ ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ്. ബോയിങ് കമ്പനിയാണ് ഇതിന്റെ നിർമ്മാതാക്കൾ. യുദ്ധക്കളത്തിൽ ശത്രുക്കളുടെ കവചിത വാഹനങ്ങളെയും മറ്റ് ലക്ഷ്യങ്ങളെയും ആക്രമിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ധർമ്മം. ഇന്ത്യ AH-64E അപ്പാച്ചെ ഗാർഡിയൻ ഹെലികോപ്റ്ററുകൾ വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമായി നിലവിൽ 2 കരാറുകൾ പ്രകാരമാണ് ഇവ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ത്യൻ വ്യോമസേന 2015 ഒപ്പുവച്ച കരാർ പ്രകാരം 22 AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി വാങ്ങി. ഇവയുടെ ഡെലിവറി 2019-20 പൂർത്തിയാവുകയും ചെയ്തു. ഇന്ത്യൻ കരസേന 2020 ഒപ്പുവച്ച മറ്റൊരു കരാർ പ്രകാരം 6 AH-64E അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ കരസേനയുടെ ഏവിയേഷൻ കോപ്സിനായി വാങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ കരയിലൂടെയുള്ള ആക്രമണങ്ങൾ, മുൻനിരയിൽ ഉണ്ടാകുന്ന ടാങ്കുകൾ തകർക്കുന്ന മിസൈലുകൾ പായിക്കാൻ കഴിവുള്ള അപ്പാച്ചെ AH-64E ഇന്ത്യയുടെ യുദ്ധമൂർച്ച കൂട്ടും. 2020 US നൽകിയ 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ഓർഡറിൽ 3 മാത്രമാണ് ഇന്ത്യയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളൂ. അവശേഷിക്കുന്ന 3 അപ്പാച്ചെ ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപ് എത്തിച്ചേരും. ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഹെൽഫയർ, AGM-114, റോമിയോ എന്നീ മിസൈലുകൾക്ക് പാഞ്ഞുചെന്ന ടാങ്കറുകളെ തകർക്കാൻ സാധിക്കും. അതായത് പാക് കരയുദ്ധത്തിന്റെ മുൻനിരയെ ഞൊടിയിടയിൽ ഇല്ലാതാക്കാൻ കഴിയും. ചെറിയ വെടിയുണ്ടകൾക്കും ഷെല്ലാക്രമണങ്ങൾക്കും അപ്പാച്ചയെ വീഴ്ത്താൻ കഴിയില്ല. വെടികൊണ്ടാലും പ്രശ്നമില്ലാതെ പറക്കാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉണ്ടാക്കുന്ന ബോറോൺ കാർബൈഡ് വസ്തുകൊണ്ടാണ് അപ്പാച്ചയുടെ ബോഡി എന്നുള്ളതിനാൽ ബുള്ളറ്റുകൾക്ക് തുളക്കാൻ പ്രയാസമാണ്. കൃത്യതയോടെ ശത്രുപാളയത്തിൽ പതിക്കുന്നതിന് വഴി കാണിക്കുന്ന സംവിധാനങ്ങളോടുകൂടി ആകാശത്തു നിന്നും ഭൂതലത്തിലേക്ക് അയക്കാവുന്ന മിസൈലുകൾ വഹിക്കാനും അപ്പാച്ചയ്ക്ക് സാധിക്കും. സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള സംവിധാനങ്ങൾ ഉള്ളതിനാൽ പൈലറ്റിന് അതിവേഗം പ്രവർത്തിക്കാനും സാധിക്കും. ലോങ് ബോ റഡാർ സംവിധാനങ്ങളും ശത്രുപക്ഷത്തെ നീക്കങ്ങൾ പൈലറ്റിനെ അപ്പോൾ അറിയിക്കുകയും ചെയ്യും. അപ്പാച്ചയുടെ പവർ തുർക്കിക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് ഈ അപ്പാച്ചെ കൊണ്ടുവരാൻ അമേരിക്കയ്ക്ക് തുർക്കി വ്യോമപാത നിഷേധിച്ചത്. ഇന്ത്യക്ക് നൽകാനുള്ള ബാക്കി 3 അപ്പാച്ചകളും കൊണ്ട് അമേരിക്കയുടെ കാർഗോ വിമാനം യാത്ര പുറപ്പെട്ടെങ്കിലും പൊടുന്നനെ തുർക്കി അവരുടെ വ്യോമപാത നിഷേധിക്കുകയായിരുന്നു. ഇന്ത്യയുമായി മുഷ്ടിലുള്ളതിനാൽ ഇന്ത്യക്ക് യുദ്ധ ഹെലികോപ്റ്റർ തുർക്കിയിലൂടെ കൊണ്ടുപോകേണ്ട എന്ന് വിധിക്കുകയായിരുന്നു തുർക്കി പ്രസിഡന്റ് എർദോഗൻ. ഇതോടെ ഈ 3 അപ്പാച്ചയുമായി കാർഗോ വിമാനം US മടങ്ങിപ്പോയി. ഇനി മറ്റൊരു റൂട്ട് തീരുമാനിച്ച ഈ ഡിസംബർ അവസാനിക്കുന്നതിന് മുൻപേ ഇത് ഇന്ത്യയിൽ എത്തിച്ചേരുമെന്നാണ് അമേരിക്കയുടെ പദ്ധതി. ഇവ 6 കിട്ടിക്കഴിഞ്ഞാൽ ഈ യുദ്ധ ഹെലികോപ്റ്ററുകളെല്ലാം ജോധ്പൂരിൽ വിന്യസിക്കുകയാണ് പദ്ധതി. യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ ഈ അപ്പാച്ചകൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലേക്ക് വിന്യസിക്കും. അപ്പാച്ചെ ഗാർഡിയൻ എന്ന് കൂടി വിളിക്കപ്പെടുന്ന AH-64E ആകാശ യുദ്ധത്തിൽ ആധുനികമായ ഒരു യുദ്ധ ഹെലികോപ്റ്ററാണ്. യുദ്ധക്കരുത്തിനെ ആയുധമാക്കാനുള്ള ഇന്ത്യൻ സേനയുടെ ശ്രമത്തിൽ വലിയൊരു നാഴികക്കല്ലായി മാറും അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ഈ വരവ്. ആളില്ലാതെ പറക്കുന്ന ആകാശ വിമാനങ്ങളായ ഡ്രോണുകൾ, ലോയിറ്ററിംഗ് മ്യൂണിഷൻ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള കഴിവും ആധുനിക യുദ്ധതന്ത്രവും മെനയുന്നതിൽ അപ്പാച്ചയെ വിലമതിക്കാനാവാത്ത ആയുധമാക്കി മാറ്റുന്നു. ആയതിനാൽ ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് കരുത്തേകാൻ അപ്പാച്ചയ്ക്ക് സാധിക്കും. വാർത്താവിനിമയത്തിനുള്ള അപ്പാച്ചയുടെ കഴിവ് ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഭൂമിയിൽ നിലകൊള്ളുന്ന കരസൈനികരുമായും യുദ്ധവിമാനങ്ങളിലെ ഇടമുറിയാത്ത വിവരങ്ങൾ കൈമാറാൻ അപ്പാച്ചയ്ക്ക് കഴിയുമെന്നത് എല്ലാവരെയും സംയോജിപ്പിച്ച ശത്രുവിനെതിരെ മുന്നേറ്റം നടത്താൻ സഹായകരമാകും. അപ്പാച്ചയിൽ 3 തരം ആയുധങ്ങൾ ഘടിപ്പിക്കാം. ചെയിൻ ഗണ്ണിന് 1200 റൗണ്ട് വെടിവെക്കാൻ സാധിക്കും. വേഗതയാണ് അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകളുടെ മറ്റൊരു ആകർഷകത്വം. മണിക്കൂറിൽ 248 കിലോമീറ്റർ വേഗതയിൽ പറക്കാൻ സാധിക്കുമെന്നതിനാൽ ശത്രു ആയുധങ്ങളെ വെട്ടിച്ചു പറക്കാനും പൊടുന്നനെ കുതിച്ചു ചെന്ന് ലക്ഷ്യങ്ങളെ ചാമ്പലാക്കാനും അപ്പാച്ചയ്ക്ക് സാധിക്കും. ഇതിന്റെ കവചിത ബോഡിയും ഇലക്ട്രോണിക് സംവിധാനങ്ങളും പൈലറ്റുമാർക്കും മികച്ച സംരക്ഷണവും നൽകുന്നു.